സ്തോത്രം രാവിൽ നന്മയ്ക്കായി എൻ പിതാവേ നന്ദിയോർ എൻ പാപം യേശു മൂലമേ അമ്പോഴേ ക്ഷമിക്കണമേ നിന്നെ ഇഷ്ടം ചെയ്തിടുവാൻ എന്നെ ഏൽപ്പിക്കുന്നു ഞാൻ. രാവിലെ വരുന്നീതാ ഞാൻ നിൻ സന്നിധിയിലാ എന്നോടു വേദപ്രമാണം മൂലം സംസാരിക്കവേണം നിൻ ഗീതം ഞാൻ സർവദാ ചെയ്യുവാൻ കൃപ തരേണം. എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ആരാധന കേൾക്കുന്നവരും ഇത് അനുഭവിക്കുന്നവരും ഇതിൽ ചേർന്ന് ആരാധിക്കുന്നവരും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആ ഒരു പ്രാർത്ഥനയോടുകൂടി ശുശ്രൂഷ ആരംഭിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങൾ അറിയപ്പെട്ടവയും നിന്നെ രഹസ്യങ്ങളൊന്നും മറവല്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിപ്പാനും നിന്റെ പരിശുദ്ധനാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. ആമേൻ. നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ ദൈവപ്രസാദം മനുഷ്യർക്ക് സമാധാനം ഉണ്ടാകട്ടെ. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ മഹത്വത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. യാഗനാം പുത്രനായ യേശുക്രിസ്തു ആകുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനെ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നവനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ മാത്രമല്ലോ പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്. മശിഹായെ, നീ മാത്രം പരിശുദ്ധാത്മാവിനോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ മഹോന്നതനാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരനായ പ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്തത് ഇസ്രായേലേ കേൾക്കാം. നമ്മുടെ ദൈവമായ കർത്താവേ, കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തെ അവനോട് സമാധാനത്തിന്റെ കൂട്ടുകാരൻ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകലമായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി കൽപ്പനയെ കാപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ വണക്കണമേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളേറ്റ് പറയുന്നുവെങ്കിൽ ദൈവം നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കോണം വിശ്വസ്തനും നീതിമാനുമാകുന്നുവെന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പാപങ്ങളെ താഴ്മയായി ഏറ്റുപറഞ്ഞ് ദൈവകൃപ അന്വേഷിക്കാം.
ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിനക്ക് ഞങ്ങളുടെ ആൾക്കാർക്കും വിരോധമായി പാപം ചെയ്തിരിക്കുന്നു എന്ന് ഏറ്റു പറയുന്നു. ഞങ്ങൾ പ്രകാശത്തിലല്ല ഇരുട്ടിലത്രേ നടന്നിരിക്കുന്നത്. ഞങ്ങൾ കർത്താവിന് നാം ഉച്ചരിക്കുന്നെങ്കിലും ഞങ്ങൾ അനീതി വിട്ടകന്നിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശുക്രിസ്തുവത്തെ ഞങ്ങളുടെ സകല പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ വെടിപ്പാക്കണമേ. ഞങ്ങളെ മനോസാക്ഷികളെ ഉണർത്തണമേ. മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിപ്പാൻ തക്ക പ്രാപ്തി ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ജീവന്റെ പുതുക്കത്തിൽ മേലാൻ നിന്നെ സേവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടെ ഏതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികെയും തങ്ങളുടെ സഹോദരരോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാവചനം നൽകുമെന്ന് തന്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമ്മോട് കരുണയുണ്ടായി നമ്മുടെ സകല പാപങ്ങളെയും ക്ഷമിച്ച് അവൻ നമ്മെ വിടുവിച്ച് സകല നന്മയെ ഉറപ്പിച്ച് ബലപ്പെടുത്തി നമ്മെ നിത്യജീവങ്കിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ആമേൻ. ദൈവമേ, നിനക്ക് സ്തോത്രം. ദൈവവചന ശുശ്രൂഷ കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ, നിങ്ങളോടുകൂടെയും. ഇന്ന് കാലത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം വേദഭാഗം പുറപ്പാട് പുസ്തകം 18 അധ്യായം 13 മുതൽ 27 വരെ. എക്സോഡസ് ചാപ്റ്റർ 18 വേഴ്സസ് ഫ്രം 13 to 27. പിറ്റേന്നാൾ മോശ ജനത്തിന് ന്യായം വിധിപ്പാനിരുന്നു. ജനം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ മോശയുടെ ചുറ്റും നിന്നു. അവൻ ജനത്തിനു വേണ്ടി ചെയ്യുന്നതൊക്കെയും മോശയുടെ അമ്മായിയപ്പൻ കണ്ടപ്പോൾ, നീ ജനത്തിനു വേണ്ടി ചെയ്യുന്ന ഈ കാര്യം എന്ത്? നീ ഏകനായി വിസ്തരിപ്പാനിരിക്കുകയും ജനമൊക്കെയും രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നിന്റെ ചുറ്റും നിൽക്കുകയും ചെയ്യുന്നത് എന്ത് എന്ന് അവൻ ചോദിച്ചു. മോശ തന്റെ അമ്മായിയപ്പനോട്, ദൈവത്തോട് ചോദിപ്പാൻ ജനം എന്റെ അടുക്കൽ വരുന്നു. അവർക്ക് ഒരു കാര്യമുണ്ടാകുമ്പോൾ അവരെന്റെ അടുക്കൽ വരും. അവർക്ക് തമ്മിലുള്ള കാര്യം ഞാൻ കേട്ട് വിധിക്കുകയും ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അവരെ അറിയിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതിന് മോശയുടെ അമ്മായിയപ്പൻ അവനോട് പറഞ്ഞത്, നീ ചെയ്യുന്ന കാര്യം നന്നല്ല. നീയും നിന്നോട് കൂടെയുള്ള ഈ ജനവും ക്ഷീണിച്ചു പോകും. ഈ കാര്യം നിനക്ക് അമിത ഭാരമാകുന്നു. ഏകനായി അത് നിർവർത്തിപ്പാൻ നിനക്ക് കഴിയുകയില്ല. ആകയാൽ എന്റെ വാക്ക് കേൾക്ക. ഞാനൊരു ആലോചന പറഞ്ഞു തരാം. ദൈവം നിന്നോടുകൂടി ഇരിക്കും. നീ ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കുക. നീ കാര്യങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടു ചെല്ലുക. അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും ഉപദേശിക്കുകയും നടക്കേണ്ടുന്ന വഴിയും ചെയ്യേണ്ടുന്ന പ്രവൃത്തിയും അവരെ അറിയിക്കുകയും ചെയ്യുക. അതല്ലാതെ ദൈവഭക്തന്മാരും സത്യവാന്മാരും ദുരാദായം വെറുക്കുന്നവരുമായ പ്രാപ്തിയുള്ള പുരുഷന്മാരെ സകല ജനത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് അവരെ 1000 പേർക്ക് അധിപതിമാരായും 100 പേർക്ക് അധിപതിമാരായും 50 പേർക്ക് അധിപതിമാരായും 10 പേർക്ക് അധിപതിമാരായും നിയമിക്കാം. അവരെന്റെ സമയത്തും ജനത്തിന് ന്യായം വിധിക്കട്ടെ. വലിയ കാര്യമൊക്കെയും അവർ നിന്റെ അടുക്കൽ കൊണ്ടുവരട്ടെ. ചെറിയ കാര്യമൊക്കെയും അവർ തന്നെ തീർക്കട്ടെ. ഇങ്ങനെ അവർ നിന്നോടുകൂടി വഹിക്കുന്നതിനാൽ നിനക്ക് ഭാരം കുറയും. നീ ഈ കാര്യം ചെയ്യുക. ദൈവം അത് അനുവദിക്കുകയും ചെയ്താൽ നിനക്ക് നിന്നു പുറത്താം. ഈ ജനത്തിനൊക്കെയും സമാധാനത്തോടെ തങ്ങളുടെ സ്ഥലത്തേക്ക് പോകുകയും ചെയ്യാം. മോശ തന്റെ അമ്മായിയപ്പന്റെ വാക്ക് കേട്ട് അവൻ പറഞ്ഞതുപോലൊക്കെയും ചെയ്തു. മോശ എല്ലാ ഇസ്രായേലിൽ നിന്നും പ്രാപ്തിയുള്ള പുരുഷന്മാരെ തെരഞ്ഞെടുത്ത് അവരെ 1000 പേർക്ക് അധിപതിമാരായും 100 പേർക്ക് അധിപതിമാരായും 50 പേർക്ക് അധിപതിമാരായും 10 പേർക്ക് അധിപതിമാരായും ജനത്തിന് തലവന്മാരാക്കി. അവർ എല്ലാ സമയത്തും ജനത്തിന് ന്യായം വിധിച്ചു വന്നു. വിഷമമുള്ള കാര്യം അവർ മോശയുടെ അടുക്കൽ കൊണ്ടുവരും. ചെറിയ കാര്യമൊക്കെയും അവർ തന്നെ തീർക്കും. അതിനുശേഷം മോശ തന്റെ അമ്മായിയപ്പനെ യാത്ര അയച്ചു. അവൻ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ഇങ്ങനെ ഇവിടെ ഒന്നാം വേദഭാഗം അവസാനിക്കുന്നു. ദൈവമേ, നിനക്ക് സ്തോത്രമുണ്ടാകട്ടെ.
You shall have no other gods before me. You shall not make for yourself a graven image or any likeness of anything that is in heaven above, or that is in the earth beneath, or that is in the water under the earth. You shall not bow down to them or serve them. You shall not take the name of the Lord your God in vain. Remember the Sabbath day to keep it holy. 6 days you shall labor and do all your work, but the seventh day is a Sabbath to the Lord your God. Honor your father and your mother. You shall not kill. You shall not commit adultery. Shall not steal. You shall not bear false witness. You shall not covet. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 147 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. സാം 147 വേഴ്സസ് 1 to 11. സങ്കീർത്തനം 147 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. യഹോവയെ സ്തുതിപ്പിൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. യഹോവ യെരൂശലേമിനെ പണിയുന്നു, അവൻ ഇസ്രായേലിന്റെ പുരുഷന്മാരെ കൂട്ടിച്ചേർക്കുന്നു. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു, അവയ്ക്കൊക്കെയും പേർ വിളിക്കുന്നു. നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനും ആകുന്നു, അവന്റെ വിവേകത്തിന് അന്തമില്ല. യഹോവ താഴ്വുള്ളവനെ ഉയർത്തുന്നു, അവൻ ദുഷ്ടന്മാരെ നിലത്തോളം താഴ്ത്തുന്നു. സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുവിൻ, കിന്നരത്തോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യുവിൻ. അവൻ ആകാശത്തെ മേഘം കൊണ്ട് മൂടുന്നു, ഭൂമിക്കായി മഴ ഒരുക്കുന്നു, അവൻ പർവ്വതങ്ങളിൽ പുല്ല് മുളപ്പിക്കുന്നു. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്നു. അശുബലത്തിൽ അവന് ഇഷ്ടം തോന്നുന്നില്ല, പുരുഷന്റെ ഉരുക്കളിൽ പ്രസാദിക്കുന്നുമില്ല. നമുക്ക് ചേർന്ന് വായിക്കാം. തന്നെ ഭയപ്പെടുകയും തന്റെ ദയയിൽ പ്രത്യാശ വെക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. Reading is taken from 2 Corinthians chapter 8 verse 1 to 15. I repeat 2 Corinthians chapter 8 1 to 15. And now, brothers, we want you to know about the grace that God has given the Macedonian churches. One of the most severe trial, their overflowing joy and their extreme poverty welled up in rich generosity. For I testify that they gave as much as they were able and beyond their ability. Entirely on their own, they urgently pleaded with us for the privilege of sharing in this service to the saints. And they did not do as we expected, but they gave themselves first to the Lord and then to us in keeping with God's will. So we urge Titus, since he had earlier made a beginning, to bring also to completion this act of grace on your part. But just as you excel in everything, in faith, in speech, in knowledge, in complete earnestness, and in your love for us, see that you also excel in this grace of giving. I am not commanding you, but I want to test the sincerity of your love by comparing it with the earnestness of others. For you know the grace of our Lord Jesus Christ, that though he was rich, yet for your sake he became poor, so that you through his poverty might become rich. And there is my advice, that what is best for you in this matter. Last year you were the first not only to give but also to have the desire to do so. Now finish the work, so that your eager willingness to do it may be matched by your completion of it, according to your means. For if the willingness is there, the gift is acceptable according to what one has, not according to what he does not have. Our desire is not that others might be relieved while you are hard pressed, but that there might be equality. At the present time, your plenty will supply what they need, so that in turn their plenty will supply what you need. Then there will be equality, as it is written, he who gathered much did not have too much, and he who gathered little did not have too little. Here ends the second reading.
ദൈവമേ നിനക്ക് സ്തോത്രമുണ്ടാകട്ടെ. Chapter 5 verses 3 to 11. Blessed are the poor in spirit, for theirs is kingdom of heaven. Blessed are those who mourn, for they will be comforted. Blessed are the weak, for they will inherit the earth. Blessed are those who hunger and thirst righteousness, for they will be filled. Blessed are the merciful, for they will be receive mercy. Blessed are the pure in heart, for they will see God. Blessed are the peacemakers, for they will be called children of God. Blessed are those who are persecuted for righteousness' sake, for there is kingdom of heaven. Blessed are you when people revile you, persecute you, and utter all kinds of evil against you, falsely on my account. Here ends the lesson. വിശുദ്ധ സുവിശേഷം, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 30 വരെ എഴുതിയിരിക്കുന്ന ദൈവവചനം ശ്രദ്ധിക്കുക. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 14 തുടങ്ങി 30 വരെയുള്ള ദൈവവചനം. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ചു തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തൻ അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്തു. യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ 5 താലന്ത് സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി. 1 ലഭിച്ചവനോ പോയി നിലത്ത് കുഴി കുഴിച്ച് യജമാനന്റെ ദ്രവ്യം മറച്ചു വെച്ചു. വളരെക്കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് ലഭിച്ചവൻ അടുക്കെ വന്ന് വേറെ 5 കൂടെ കൊണ്ടുവന്നു. യജമാനെ 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു. 2 താലന്ത് ലഭിച്ചവനും അടുക്ക വന്ന് യജമാനനെ, 2 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 2 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ യജമാനൻ നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു. 1 താലന്ത് ലഭിച്ചവനും അടുക്കെ വന്ന് യജമാനെ, നീ വിതയ്ക്കാത്തടുത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടുത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞിട്ട് ഭയപ്പെട്ട് ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു, നിന്റെ ഇതായി എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഞാൻ വിതയ്ക്കാത്തടുത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടുത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്നവനെന്ന് നീ അറിഞ്ഞുവല്ലോ. നീ എന്റെ ദ്രവ്യം പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു. എന്നാൽ ഞാൻ വന്ന് എന്റേത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു. ആ താലന്ത് അവന്റെ പക്കൽ നിന്നെടുത്ത് 10 താലന്തുള്ളവന് കൊടുപ്പിൻ. അങ്ങനെ ഉള്ളവനെ അവന് ലഭിക്കും, അവന് സമൃദ്ധിയും ഉണ്ടാകും. ഇല്ലാത്തവനോ ഉള്ളതും കൂടെ എടുത്തു കളയും. എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഇങ്ങനെ പാഠം കഴിയുന്നു. ക്രിസ്തുവേ നിനക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. ഇന്നേക്കുള്ള പ്രത്യേക പ്രാർത്ഥനകൾ. ബർത്ത്ഡേസ്: ലിജോ നിസാന്ത്, വി സുജിത്, ഷെറിൻ സുനിൽ. പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ കരത്തിൽ കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ജീവന്റെ ആധാരവും ജീവന്റെ നിലനിൽപ്പിന് കാരണഭൂതനും ജീവിതത്തിലെ എല്ലാ നന്മകൾക്കും ഉറവിടവുമായ ഞങ്ങളുടെ ദൈവമേ, തിരുസന്നിധിയിൽ ഞങ്ങൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന മക്കളെ
ഏൽപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പുതിയ വർഷം അനുഗ്രഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ വർഷമായി അവർക്ക് ദാനം ചെയ്യണമേ. ജീവിതം ഭവനത്തിനും സഭയ്ക്കും സമൂഹത്തിനും നല്ലതായിരിക്കാൻ സഹായിക്കണമേ. ഇതുപോലെ രോഗക്കിടക്കയിലായിരിക്കുന്ന രോഗികളെയും ചികിത്സയിലായിരിക്കുന്നവരെയും പ്രായം ചെന്നവരെയും സൗഖ്യത്തിനും അനുഗ്രഹത്തിനും വേണ്ടി നോക്കി പാർക്കുന്നവരെയും കർത്താവെ അങ്ങ് ആശ്വസിപ്പിക്കണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ അവരനുഭവിപ്പാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശതാധിപന്റെ ഭവനത്തിൽ അങ്ങ് എത്തിച്ചേരുന്നതിന് മുമ്പേ കർത്താവെ ആ ദാസന് സൗഖ്യം ലഭിച്ചതുപോലെ കർത്താവെ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവിടുത്തെ മക്കളുടെ ജീവിതത്തിൽ എത്തിച്ചേർന്ന് സൗഖ്യം അനുഭവിപ്പാൻ സഹായിക്കണമേ. ലോകത്തെയും ഞങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുക്കുവാനുമായ കർത്താവേ, അടിയന്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് ഇഷ്ടകരമായിരിക്കാൻ സഹായിക്കണമേ. ആമേൻ. കാര്യവിചാരകത്വം, ഉത്തരവാദിത്വപൂർണമായ വിഭവ വിനിയോഗം, സ്റ്റിവാർഷിപ്പ്, റെസ്പോൺസിബിൾ റിസോഴ്സ് മാനേജ്മെന്റ്. നമുക്ക് നമ്മോടും സഹസൃഷ്ടിയോടും പ്രപഞ്ചത്തോടും നാം അനുവർത്തിക്കേണ്ട കർമ്മങ്ങൾ, കടമകൾ, അത് ദൈവത്തോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമാണ്. ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിച്ചില്ലെങ്കിൽ ഒടുവിൽ നാം ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് ഉത്തരവാദിത്വപരമായ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട കർത്തവ്യമാണ്. നമ്മുടെ ദൈവത്തിൽ നിന്ന് ലഭിച്ച സിദ്ധികൾ, വിഭവങ്ങൾ,
നന്മകൾ, താലന്തുകൾ ഇവ വ്യാപാരം ചെയ്ത് ഇവ അധ്വാനിച്ച് വർദ്ധിപ്പിക്കുവാനുള്ളതാണ്. ഒരുപക്ഷെ അതിൽ നാം പരാജയപ്പെട്ടു പോയാൽ തോൽവി നമുക്കുള്ളതല്ല. എന്നാൽ നാം പരിശ്രമിച്ചു എന്ന് ആത്മാഭിമാനത്താൽ മനുഷ്യരുടെ മുമ്പിലും ദൈവത്തിന്റെ സന്നിധിയിലും തൃപ്തരാകുവാൻ കഴിയും. ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിച്ചില്ലെങ്കിൽ ദൈവത്തോടുള്ള കണക്ക് ബോധിപ്പിക്കുന്ന ആ സമയത്ത്, അതായത് ന്യായവിധി നാളിൽ നാം നിരാശരായി തീരും. Therefore, do not invite disaster. ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് കാര്യവിചാരകത്വം, ഉത്തരവാദിത്വപൂർണമായ വിഭവ വിനിയോഗം, സ്റ്റുവാർഡ്ഷിപ്പ്, റെസ്പോൺസിബിൾ റിസോഴ്സ് മാനേജ്മെന്റ്. ഈ ചിന്ത ഇന്നത്തെ പാഠങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കാം. റിസോഴ്സ് എന്ന പദത്തിന് നാനാ അർത്ഥങ്ങളുണ്ട്. അതിന് നല്ല ആശയ സമ്പത്തുണ്ട്. വിഭവങ്ങൾ, സമ്പത്ത്, പാടവം, ചാതുര്യം, യുക്തി, കഴിവ്, ആരോഗ്യം, തൊഴിൽ, വിദ്യ, ഇങ്ങനെയുള്ള സിദ്ധികൾ പങ്കുവയ്ക്കുക. അപ്പൊ റിസോഴ്സ് എന്ന പദം ഈ വാക്കുകൾ എല്ലാം കൂടെ ചേർന്നുള്ള ഒരാകത്തുകയാണ്. ആദ്യമായി പുറപ്പാട് പുസ്തകത്തിലെ വായനാ ഭാഗം നാം ശ്രദ്ധിക്കുമ്പോൾ, പുറപ്പാട് 18:13 മുതൽ 27 വരെ, മോശയുടെ അമ്മായിയപ്പൻ യിത്രോ മോശയെ സന്ദർശിക്കാനായി എത്തി. മോശയുടെ ജോലിഭാരം വളരെ കൂടുതലായിരുന്നു. രാവിലെ തുടങ്ങി രാത്രി വരെയും അദ്ദേഹത്തിന്റെ ശുശ്രൂഷ നിവർത്തിപ്പാനായി സാധിച്ചില്ല. മാത്രമല്ല, മോശയിൽ നിന്ന് ഉപദേശം ലഭിക്കാനായി വന്ന ആളുകൾ വളരെയധികം കാത്തിരുന്ന് മുഷിയുന്നതും യിത്രോയ്ക്ക് മനസ്സിലായി. ഈ പരിഹാരത്തിന് വേണ്ടി യിത്രോ ഒരു പോംവഴി മോശയെ നിർദ്ദേശിക്കുന്നത് നാം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വായിക്കുന്നു. ഈ പദ്ധതി യിത്രോ നിർദ്ദേശിച്ചതിന് ശേഷം ആ ദൈവം അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മോശയുടെ ശുശ്രൂഷ ഭാരം കുറയും എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഒന്നാമതായി അദ്ദേഹം പറഞ്ഞത്, പുറപ്പാട് പുസ്തകം 18:19-20 രേഖപ്പെടുത്തിയിരിക്കുന്നതനുസരിച്ച്, നീ ജനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കണം, കാര്യങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടു ചെല്ലണം, അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും ഉപദേശിക്കുകയും നടക്കേണ്ടുന്ന വഴിയും ചെയ്യേണ്ടുന്ന പ്രവൃത്തിയും അവരെ അറിയിക്കുകയും വേണം. ഈ ഉത്തരവാദിത്വം മോശ ഏറ്റെടുക്കുക തന്നെ വേണം. എന്നാൽ രണ്ടാമതായി മോശ യിത്രോ പറഞ്ഞത്, ദൈവഭക്തി, സത്യസന്ധത, ദുരാദായം വെറുക്കുന്ന പ്രാപ്തിയുള്ള പുരുഷന്മാർ ജനത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് 1000 പേർക്ക് അധിപതി, 100 പേർക്ക് അധിപതി, 50 പേർക്ക് അധിപതി, 10 പേർക്ക് അധിപതി എന്ന ക്രമത്തിൽ നിയമിക്കുക. വലിയ കാര്യങ്ങൾ ന്യായം വിധിക്കേണ്ടത് മോശ തന്നെ ചെയ്യണം. അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ അവർക്ക് മോശയുടെ അടുക്കൽ വരാൻ സാധിക്കും. ഇങ്ങനെ മോശ യിത്രോ പറഞ്ഞതുപോലെ ചെയ്തു. അധികാര വികേന്ദ്രീകരണം നടത്തി കൂട്ടുത്തരവാദിത്വം ഉറപ്പുവരുത്തി എന്ന് പുറപ്പാട് പുസ്തകം 18:13 തുടങ്ങി നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു. എനിക്ക് തോന്നുന്നത് ലോകത്തിലെ തന്നെ ആദ്യത്തെ ഡെമോക്രാറ്റിക് റിസോഴ്സ്
മൂവ്മെന്റായി നമുക്കിതിനെ കാണാം. ഉത്തരവാദിത്തങ്ങളും കഴിവുകളും മറ്റുള്ളവരിലേക്ക് നൽകി അവരെയും പ്രവർത്തനത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവന്ന് ഒരുമിച്ചുള്ള കഴിവുകൾ പങ്കുവയ്ക്കുന്ന ഒരനുഭവം മോശ തുടങ്ങി വെച്ചത് ഒരു നല്ല പാഠമായി സാമൂഹ്യ ജീവിയായി ജീവിക്കുന്ന മനുഷ്യർക്ക് ഉന്നതമായ ഒരു ഉദാഹരണമായി വീക്ഷിക്കാവുന്നതാണ്. രണ്ടാമതായി നാം ചിന്തിക്കാൻ പോകുന്ന സംഗതി 2 കൊരിന്ത്യർ 8-ാം അധ്യായം 1 മുതൽ 15 വരെ എഴുതിയിരിക്കുന്ന വേദഭാഗത്ത് നിന്നാണ്. അവിടെ സാമ്പത്തിക റിസോഴ്സ് പങ്കുവെക്കുന്നതിൽ മക്കദോന്യ സഭ കൊരിന്ത്യ സഭയ്ക്കും എല്ലാ സഭകൾക്കും ഒരു മാതൃകയാണ് എന്ന് നാം ഗ്രഹിക്കുന്നു. ഈ കാരുണ്യ പ്രവൃത്തി മക്കദോന്യ സഭയ്ക്ക് ലഭിച്ചത് ആ സഭയ്ക്ക് ലഭ്യമായ ദൈവകൃപ കൊണ്ട് മാത്രമാണ്. അവർക്ക് വളരെ സാമ്പത്തികമായ ഞെരുക്കമുണ്ടായിട്ടും മഹാദാരിദ്ര്യം അനുഭവിച്ചിട്ടും അവരുടെ ദൈവിക സന്തോഷത്തിന്റെ സമൃദ്ധി നിമിത്തം ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി എന്ന് നാം വായിക്കുന്നു. ദൈവിക കാര്യങ്ങളിൽ അവർക്ക് മനസ്സൊരുക്കം ഉണ്ടായിരുന്നു. They were undergone extreme poverty and severe test of affliction. ഈ സാഹചര്യത്തിലും അവർ പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി കൊടുത്തു എന്ന് നാം വായിക്കുന്നു. They were given according to their means, as I am testify, and beyond their means and their own accord. മനസ്സ് തുറന്ന് ദൈവസ്നേഹത്തിന്റെ ആ പ്രേരണ കൊണ്ട് ഞെരുക്കങ്ങളുടെ മധ്യത്തിലും ധർമ്മശേഖരം നടത്തി ദൈവവേലയെ പ്രോത്സാഹിപ്പിക്കുവാൻ മക്കദോന്യ സഭ വളരെ ശ്രദ്ധിച്ചിരുന്നു എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു. ദൈവിക കാര്യങ്ങളിൽ നാം നമ്മുടെ സമ്പത്ത് പങ്കുവയ്ക്കുന്നതിന്റെ മാനദണ്ഡം എന്താണ്? വാട്ട് ഈസ് ദ ക്രൈറ്റീരിയ ഓഫ് ഷെയറിംഗ് അവർ റിസോഴ്സ് ഫോർ ഗോഡ്സ് മാറ്റേഴ്സ്, ഫോർ ഗോഡ്സ് മിനിസ്ട്രി? ഈ ധർമ്മശേഖരത്തിലൂടെ മക്കദോന്യ സഭ വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള പ്രവൃത്തിയിൽ പങ്കാളി ആയി എന്നാണ് 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. For you know the grace of our Lord Jesus Christ, that though he was rich, yet for your sake he became poor, so that you by his poverty might become rich. നാം ദൈവിക കാര്യങ്ങൾക്ക് കൊടുക്കുന്നതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. സമ്പന്നനായ ക്രിസ്തു ദാരിദ്ര്യം സ്വീകരിച്ചത് കൊണ്ടാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സമ്പന്നത. ഈ സമ്പത്ത് ദൈവിക കാര്യങ്ങളിൽ നാം അർപ്പിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും മനസ്സ് ഒരുക്കമുണ്ടെങ്കിൽ നമുക്കത് സാധിക്കും. പിറുവിറുപ്പോടുകൂടിയല്ല, സന്തോഷത്തോടെ കൊടുക്കുക. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു എന്നാണല്ലോ ദൈവിക പ്രമാണം. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് ലഭിക്കുന്ന ധനം നമ്മുടേത് മാത്രമല്ല, മറ്റുള്ളവർക്കും കൂടെ പങ്കുവയ്ക്കാനുള്ളതാണെന്ന് നാം ഓർത്തിരിക്കണം. മിച്ചമുണ്ടെങ്കിൽ കൊടുക്കാം, എന്റെ ചെലവ് കഴിഞ്ഞ് എനിക്ക് മിച്ചമുണ്ടെങ്കിൽ കൊടുക്കാം എന്നുള്ള ധാരണ നമ്മിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുകയും വേണം. അതിന് മക്കദോന്യ സഭ നമുക്ക് ഒരു മാതൃകയാണ്. മൂന്നാമതായി സുവിശേഷ വേദഭാഗത്ത് നമുക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുവരാം.
ഈ ഭാഗത്ത് പറയുന്ന താലന്തുകളുടെ ഉപമയെ നാം ശ്രദ്ധിക്കുമ്പോൾ ലൂക്കോസ് സുവിശേഷം 19 അധ്യായം 12 മുതൽ 27 വരെയുള്ള ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഉപമയും നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അവിടെ താലന്ത് എന്നതിന് പകരം റാത്തൽ എന്ന പേര് പറയുന്നു. 10 റാത്തൽ 10 ദാസന്മാർക്കായി വിഭജിച്ച് കൊടുത്തു. ഈ രണ്ട് കഥകൾ കൂടെ നമ്മൾ ചേർത്ത് ചിന്തിക്കുകയാണെങ്കിൽ കഥയിൽ വ്യത്യസ്തതയും ആശയത്തിൽ ഒരുമയും പുലർത്തുന്നതാണ് ഈ ഉപമ. മർക്കോസ് ആകട്ടെ ഉപമയെ സൂചിപ്പിക്കുന്നില്ല. അതിന് പകരം ഈ ഉപമയുടെ പൊരുൾ രേഖപ്പെടുത്തുന്നുണ്ട്. മർക്കോസ് സുവിശേഷം 13 അധ്യായം 34 സേവകർ വിജിലന്റ് ആയിരിക്കണമെന്നും ഉണർന്നിരിക്കണമെന്ന കൽപ്പന നാം വായിക്കുന്നു. മർക്കോസ് 4:25 ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്നും ഉള്ളതും എടുക്കും എന്ന വചനം ഈ ഉപമയുടെ ആശയത്തോട് ചുവട് പിടിക്കുന്നു. ആധ്യാത്മിക ഗുണപാഠങ്ങൾ അവിടെ ചേർത്തിരിക്കുന്നു എങ്കിലും പല കാര്യങ്ങളും ചുരുക്കെഴുത്തും സംക്ഷിപ്തമായും മർക്കോസ് എഴുതുന്നത് കൊണ്ടായിരിക്കാം ഈ ഉപമ മർക്കോസ് വിവരിക്കാതെ പോയത് എന്ന് വേദശാസ്ത്രജ്ഞന്മാർ ചിന്തിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 19:13 പറയുന്ന റാത്തൽ നാണയമാണ്. ഒരു നാണയം ഏകദേശം 3000 രൂപയ്ക്ക് തുല്യമായിരിക്കും. അന്നത്തെ കാലഘട്ടത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ 3000 രൂപയുടെ വില നമുക്കറിയാമല്ലോ. മത്തായിയിൽ പറയുന്ന താലന്ത് 6000 ദസറയ്ക്ക് തുല്യം. ആദ്യകാലങ്ങളിൽ താലന്ത് ഒരു നിശ്ചിത തുകയായിരുന്നു. ഒരു താലന്ത് എന്ന് പറയുന്നത് 24 കിലോഗ്രാം സ്വർണം. പിന്നീട് അത് 1,86,000 സ്വർണ്ണ നാണയമായി കണക്കാക്കപ്പെട്ടു. ലൂക്കോസിൻ പ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10 റാത്തൽ വെള്ളി 10 ദാസന്മാർക്ക് കൊടുത്ത് വ്യാപാരം ചെയ്യാൻ പറഞ്ഞു. തുല്യമായി ലഭിക്കാനാണ് സാധ്യത. എന്നാൽ മത്തായി സുവിശേഷത്തിൽ ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് 5, 2, 3 ഇങ്ങനെ അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്തു. വ്യാപാരം ചെയ്യാൻ പറഞ്ഞതേയില്ല. എന്നാൽ ഇതിൽ 2 പേർ ക്ഷണത്തിൽ കിട്ടിയ താലന്തുകളെ വ്യാപാരം ചെയ്തു എന്ന് നാം വേദപുസ്തകത്തിലൂടെ അറിയുന്നു. താലന്തുകളുടെ ഉപമ എന്ന് പറയുന്നത് സമ്പന്നമായ ആധ്യാത്മിക പൊരുൾ നിറച്ച കലവറയാണ്. ധാർമ്മികതയുടെ ആഴവും പൊരുളും ഇതിൽ നിമഗ്നം ചെയ്തിരിക്കുന്നു. ഇതിൽ നാം മനസ്സിലാക്കുന്നത് ദൈവം യജമാനനാണ്, താലന്തുകളുടെ ഉടമസ്ഥനാണ്. താലന്തുകൾ ദൈവത്തിന്റെ ദാനമാണ്. അവ സൂക്ഷിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അന്ത്യവിധി നാളിൽ നാം കണക്ക് കൊടുക്കണം. അതിൽ നാം പരാജിതരായാൽ ദുഃഖിക്കേണ്ടി വരും എന്ന വാണിംഗ് നമുക്ക് ലഭിക്കുന്നു. മത്തായി സുവിശേഷം 25:14 വാക്യത്തിൽ സമ്പത്ത് ഏൽപ്പിച്ചു എന്നതിന് പകരം സമ്പത്ത് ഫലമേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഗ്രീക്ക് പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 ഭാഗത്തും 25:14, 25:20, 22 എന്നീ വാക്യങ്ങളിലും ഫലമേൽപ്പിച്ചു എന്ന പ്രയോഗം ആണ് ഗ്രീക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പാരാദിദോമി, ഹാൻഡ് ഓവർ. ഇതിന്റെ അർത്ഥം ഇത് നമ്മളിൽ ഫലമേൽപ്പിച്ചതാണ്, ദാനം കിട്ടിയതാണ്. അതുകൊണ്ട് ഇത് തന്ന ആളിനോട്, തന്ന വ്യക്തിയോട്, ദൈവത്തോട് നാം കടമപ്പെട്ടിരിക്കുന്നു എന്ന് സാരം. താലന്ത് ഫലമേൽപ്പിച്ചത് ഓരോരുത്തന്റെ പ്രാപ്തി പോലെയാണ്. 15-ാം വാക്യം. ലഭ്യതയിൽ വ്യത്യാസമുണ്ട്. അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി. ഈ പദസന്ധിക്ക്
താലന്ത് അഥവാ പണം എന്നതിന് പുറമെ കഴിവ്, വാസന, പാടവം, താല്പര്യം, അഭിരുചി, യുക്തി, സാമർഥ്യം, ചുറുചുറുക്ക്, പ്രവണത തുടങ്ങിയ പൊരുളുകളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉപമകളെല്ലാം ആധ്യാത്മികത സ്റ്റോർ ചെയ്തിരിക്കുന്ന, നിറച്ചിരിക്കുന്ന കലവറയാണ്. അതുകൊണ്ട് ഇതിന് നാനാ അർത്ഥമുണ്ട്. ധ്യാനിക്കുമ്പോഴും വായിക്കുന്തോറും കാലം കഴിയുന്തോറും ഇതിന്റെ അർത്ഥവ്യാപ്തി കൂടി വരുന്നു. അത് യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലിന്റെ മാത്രം പ്രത്യേകതയാണ് എന്ന് നാം ഗ്രഹിക്കണം. മറ്റൊരിടത്തും കഴിയാത്ത, ലഭ്യമല്ലാത്ത ആത്മീയ റിസോഴ്സ് മറച്ചിരിക്കുന്ന ഉപമയിൽ ഒരു ഉപമയാണ് താലന്തുകളുടെ ഉപമ എന്നത്. ഉടനെ പോയി വ്യാപാരം ചെയ്തു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം യജ്ഞസ്വമായി എന്നാണ്. ഇതിന്റെ അർത്ഥം പണി ചെയ്തു, വ്യാപാരം ചെയ്തു, നിക്ഷേപിച്ചു എന്നുള്ള അർത്ഥങ്ങളും നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. അഞ്ചു കൂടെ നേടി, 2 കൂടെ നേടി എന്ന് വായിക്കുന്നു. ഈ നേടിയതിനെ സംബന്ധിച്ചും അതിനെ ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന പദം കർദായിനോ എന്നാണ്. ആത്മാക്കളെ നേടി എന്നും നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. പാപികളെ മാനസാന്തരപ്പെടുത്തി, സുഹൃത്തുക്കളെയും ആത്മാക്കളെയും നേടി എന്ന ധ്വനിയും ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നു. ഉപമ എന്ന് പറയുന്നതും ആധ്യാത്മികതയുടെ ഉന്നതമായ തലങ്ങളിലേക്ക്, ചിന്തകളിലേക്ക് ധ്യാനത്തിലൂടെ മനുഷ്യനെ എത്തിക്കുന്ന കഥകളാണ്. ദൈവം തന്ന താലന്തുകൾ വിലയേറിയതാണ്. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എന്റെ ജീവിതത്തിൽ എന്ന പാട്ട് ഒരുപക്ഷെ ഈ ചിന്തയോട് യോജിക്കുന്നു. ദൈവം തന്നിട്ടുള്ള ആ കഴിവുകൾക്ക്, താലന്തുകൾക്ക് നാം കണക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് യഥാക്രമം 5, 2, 1 താലന്തുകൾ ലഭിച്ചവർ അവർ കണക്ക് കൊടുത്തു. 2 പേരുടെ കണക്ക് ശരിയായിരുന്നു. യജമാനന് വളരെ സന്തോഷമായി. മറ്റവന്റെ കണക്കുകളിൽ പിഴവുകൾ സംഭവിച്ചു. അവൻ കുറ്റക്കാരനുമായി. 5 കൂടെ നേടിയവനോടും 2 കൂടെ നേടിയവനോടും അല്പത്തിൽ വിശ്വസ്തനായിരുന്ന അവർക്ക് അധികത്തിന് വിചാരകനാക്കും എന്ന നല്ല ദൂത് യജമാനൻ നിന്ന് ലഭിച്ചു. 2 പേരെയും യജമാനൻ സന്തോഷത്തിലേക്ക് ആഹ്വാനം ചെയ്യുന്നു. മാത്രമല്ല 10 താലന്ത് നേടിയവന് മർക്കോസ് പറയുന്നത് പോലെയും ഈ വേദഭാഗത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെയും ഇല്ലാത്തവന്റേത് എടുത്ത് ഉള്ളവന് കൊടുക്കുന്ന വ്യവസ്ഥ ഇവിടെ ശരിയായിരിക്കുന്നു. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോ ഇന്നത്തെ കാലഘട്ടത്തിലെ ചിന്തയനുസരിച്ചിട്ട് നമുക്ക് മനസ്സിന് ദുഃഖമുണ്ടാക്കും. ഇല്ലാത്തവന്റേത് എടുത്ത് ഉള്ളവന് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇല്ലാത്തവൻ അലസനായിരുന്നത് കൊണ്ടാണ് അവന് ഈ ഗതി ഉണ്ടായതെന്ന് നാം ചിന്തിക്കണം. 1 താലന്ത് കിട്ടിയവന് യജമാനന്റെ അടുക്കൽ വന്ന് താലന്ത് കുഴിച്ചിട്ടതിന്റെ ശാസ്ത്രീയ വശം കുശാഗ്ര ബുദ്ധിയോടുകൂടി യജമാനനെ വിവരിക്കുന്നു. വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുന്ന, വിതറാത്തിടത്ത് നിന്ന് ചേർക്കുന്ന കഠിന മനുഷ്യൻ എന്നറിഞ്ഞ് ഭയപ്പെട്ട് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു, കുഴിച്ചിട്ടു. നിന്റെ ഇതാ എടുത്തുകൊള്ളുക. കേടോ കോട്ടമോ നാശമോ കുറവോ ഒന്നും വരുത്തിയില്ല. ഈ പ്രസ്താവനയിൽ എക്സ്ക്യൂസ് ഉണ്ടായിരുന്നു, ഒഴിവുകഴികൾ ഉണ്ടായിരുന്നു. യജമാനന്റെ ഗ്രേറ്റ്നെസിനെ കുറിച്ച്, ഉന്നതത്തെ കുറിച്ച് സ്തുതി ഉണ്ടായിരുന്നു. യജമാനന്റെ കഠിന സ്വഭാവത്തെ കുറിച്ചുള്ള ക്രിറ്റിസിസവും നിറഞ്ഞിരുന്നു.
മാത്രമല്ല യജമാനനെ ഇവൻ ഭയന്നിരുന്നതായും പ്രസ്താവിക്കുന്നു. എന്നാൽ യജമാനന്റെ മനസ്സും ഹൃദയവിശാലതയും ഇവൻ അറിഞ്ഞതേയില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഇവന് കൊടുത്തതെടുത്ത് 10 താലന്ത് കൂടെ നേടിയവന് കൊടുത്തു. എന്ന് മാത്രമല്ല, ദുഷ്ടനും മടിയനുമായ ദാസനെ എന്ന് അവനെ സംബോധന ചെയ്തു. ഈ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളുവാനുള്ള കൽപ്പനയും ഉണ്ടായി. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്നുള്ള താക്കീതും ഈ അനുഭവത്തിലൂടെ നമുക്ക് ദൈവം പഠിപ്പിക്കുകയാണ്. അതായത് ഈ അനുഭവത്തിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. വേറെ രീതിയിൽ ഉപമയെ ചിന്തിച്ചാൽ, നസറേനായ യേശു കൂടെ ദൈവം ദൈവരാജ്യത്തെ നമുക്ക് ദാനമായി തന്നു. ദൈവം തന്ന താലന്താണ് ദൈവരാജ്യം. ഈ താലന്ത് ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ ഇതിനെ വെളിപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. അതാണ് നമ്മുടെ ആധ്യാത്മികമായ വ്യാപാരം. ആധ്യാത്മിക വ്യാപാരം, അത് വ്യാപാരം ചെയ്ത് ആത്മാക്കളെ നേടുന്നതാണ് നമ്മുടെ കർത്തവ്യം. അത് ചെയ്തില്ലെങ്കിൽ ദൈവം നമ്മോട് ചോദിക്കും എന്നുള്ള താക്കീതും ഈ ഭാഗം വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നു. സെപ്റ്റംബർ മാസം 28-ാം തീയതി 2013 മലയാള മനോരമ പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണത്തിൽ നിന്ന് ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാനായി ആഗ്രഹിക്കുന്നു. റിച്ചാർഡ് വൈറ്റ് ഹെഡ് 2012 പാരാലിമ്പിക്സിൽ 200 മീറ്ററിൽ സ്വർണം നേടിയ 2 കാലുകളും മുട്ടിന് മുകളിൽ വെച്ച് മുറിച്ചു മാറ്റിയ ഒരു യുവാവിനെ കുറിച്ചുള്ള റിപ്പോർട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 37-കാരൻ ഹാഫ് മാരത്തോൺ ഓട്ടത്തിൽ ലോക റെക്കോർഡിന് ഉടമയാണ്. 2013 ഇദ്ദേഹം വേറൊരു വിസ്മയം തീർത്തു. കൃത്രിമ കാലുകളുമായി 40 ദിവസം കൊണ്ട് ഒരു ഐതിഹാസിക യാത്ര നടത്തി. 14 നഗരങ്ങളിലൂടെ 1572 കിലോമീറ്റർ താണ്ടി 40 മാരത്തോണുകൾ നടത്തി. എന്തിനായിരുന്നു ഈ മാരത്തോണുകൾ? ക്യാൻസർ ബാധിച്ച് മരിച്ച തന്റെ സുഹൃത്തിന്റെ സ്മരണയിൽ അത്ഭുത ചികിത്സയ്ക്ക് വേണ്ടി, അതിന്റെ ഗവേഷണത്തിന് വേണ്ടി പണം സംഭരിക്കുകയായിരുന്നു ഉദ്ദേശം. ആ കാര്യത്തിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. ഇതുപോലുള്ള എത്രയോ വൈകല്യങ്ങളുള്ളവർ, കൈകാലുകൾ ഇല്ലാത്തവർ, കാഴ്ചയില്ലാത്തവർ, കേൾവി നഷ്ടപ്പെട്ടവർ, മാംസകഷ്ണങ്ങളാണോ എന്ന് തോന്നിക്കുന്ന വ്യക്തികൾ, അവർ ചെയ്യുന്ന കാര്യങ്ങളും അവിടെ അത്ഭുത സിദ്ധികളും മനസ്സിലാക്കുമ്പോൾ എല്ലാ അനുഗ്രഹത്തോടുകൂടിയും സംസാരശേഷിയോടും കാഴ്ചശക്തിയോടും ബുദ്ധിവൈഭവത്തോടും ആരോഗ്യമുള്ള കൈകാലുകളോടും വിദ്യാസമ്പന്നതയോടും കൂടി പലതരത്തിലുള്ള കഴിവുകൾ നൽകി സൃഷ്ടിച്ചിരിക്കുന്ന നാം അവരോടൊപ്പം ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം എത്രമാത്രം നഷ്ടപ്പെടുത്തുന്നു, നമ്മുടെ താലന്തുകൾ എത്രമാത്രം മാറ്റിവെക്കുന്നു, മറച്ചുവെക്കുന്നു, കുഴിച്ചിടുന്നു എന്ന് നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. നമുക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ താലന്തുകൾ വികസിപ്പിക്കാനുള്ള വഴിയും ദൈവം നമുക്ക് നൽകും. എത്ര കിട്ടിയെന്നല്ല, ഈ കിട്ടിയത് കൊണ്ട് എത്ര നേടി, അതെങ്ങനെ വിനിയോഗിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഭൗതിക ശാസ്ത്രജ്ഞനും വൈദ്യശാസ്ത്രജ്ഞനുമായ ജോർജ് മോൾട്ടർ അദ്ദേഹം പറയുന്നു, സമയം ദുർവിനിയോഗം ചെയ്യുന്നത് പാപമാണ്, അത് ആത്മഹത്യാപരമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. പറന്നുപോയ കിളിയെ പക്ഷേ വീണ്ടും പിടിച്ചിടാം, കാലമോ പോകയിൽ പോയി കരുതി ജോലി ചെയ്യുക നീ എന്ന ആപ്തവാക്യം കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോ സമയം നല്ലതാണ്.
ഇപ്പോൾ പ്രായം നല്ലതാണ്, ഇപ്പോൾ അവസ്ഥ നല്ലതാണ്, സമയം നമ്മിൽ നിന്ന് മാറിപ്പോയിട്ടില്ല. ഈ കാലഘട്ടത്തും നാം നമ്മുടെ താലന്തുകൾ വ്യാപാരം ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, COVID-19 തുടർന്നുള്ള ലോക്ക്ഡൌണിൽ നമ്മുടെ സഭയിൽ നാം നടത്തുന്ന ഈ ആരാധന അനേകം വ്യക്തികളുടെ ടാലന്റുകൾ ഒരുമിച്ച് കൂട്ടിച്ചേർന്നതാണ്. ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നു, മറ്റൊരു സ്ഥലത്ത് ഒരാൾ വായിക്കുന്നു, വേറെ സ്ഥലത്ത് പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ കൊയർ ഗ്രൂപ്പ് പാടുന്നു, മറ്റൊരാള് അതിനെല്ലാം കൂട്ടിച്ചേർത്ത് ആരാധനാ രീതിയിൽ, ആസ്വാദ്യമായ രീതിയിൽ നമുക്കായി പങ്കുവയ്ക്കുന്നു. ഇതും താലന്തുകളുടെ വിനിയോഗത്തിന്റെ ഭാഗമായി ഞാൻ കരുതി ദൈവത്തിന് സ്തോത്രം പറയുന്നു. അഭിപ്രായം പറയാൻ നമുക്കെല്ലാവർക്കും സാധിക്കും. ഇവിടെ പങ്കുചേരലാണ് ആവശ്യം. ന്യായം പറയാൻ നമുക്കെല്ലാവർക്കും സാധിക്കും. പക്ഷെ ഒരുമിച്ച് ചേർന്ന് പങ്കുവയ്ക്കലാണ് ദൈവനാമത്തിന്റെ മഹത്വത്തിന് കാരണമായി തീരുന്നത്. ചിന്തിക്കുക, ദൈവം എനിക്ക് താലന്തുകൾ നൽകിയിട്ടുണ്ടോ? എൻ്റെ കഴിവെന്താണ്? എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? വായിക്കുവാൻ കഴിയുമോ? സാക്ഷിക്കുവാൻ കഴിയുമോ? ദൈവത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ചെലവിടാൻ കഴിയുമോ? എന്താണ് ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ടാലന്റ്? അത് വിനിയോഗിക്കുക. ദൈവം അതിനെ സമൃദ്ധിയാക്കി തരും. ദൈവം തന്റെ വചനങ്ങളാൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവമേ, ഞങ്ങൾക്ക് എന്ന സിദ്ധികൾക്കായി, ഞങ്ങൾക്ക് എന്ന താലന്തിനായി, ഞങ്ങൾക്ക് എന്ന കഴിവിനായി, ഞങ്ങൾക്ക് എന്ന സമ്പത്തിനായി, ഞങ്ങൾക്ക് എന്ന എല്ലാ നന്മകൾക്കുമായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഞങ്ങൾക്ക് മാത്രമല്ല, അത് മറ്റുള്ളവർക്കും കൂടിയുള്ളതാണ്. എത്ര പേർക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, എത്ര പേർക്ക് കർത്താവെ ചിന്തിക്കുവാൻ കഴിയുന്നില്ല, എത്ര പേർക്ക് നടക്കുവാൻ കഴിയുന്നില്ല, എത്ര പേരുടെ കരങ്ങൾ ചലിക്കുന്നില്ല. ഇതെല്ലാം അങ്ങ് ഞങ്ങൾക്ക് നൽകി. ഇതിനെല്ലാത്തിനും പ്രവർത്തിക്കുവാനുള്ള കൃപയും നൽകി. കർത്താവെ, അത് ഉപയോഗപ്പെടുത്തുവാൻ, അങ്ങേക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒത്തിരി ദുഃഖവും ക്ലേശവും മനഭാരവും സങ്കടവും പലരെയും കാണാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയും, ചിലയിടങ്ങളിൽ കർത്താവെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ അവസാനമായി ഒന്ന് കാണാൻ പോലും സാധിക്കാതെ ഞരങ്ങുന്ന അവസ്ഥയിൽ ഞങ്ങളോടും ലോകത്തോടും മനസ്സരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് കഴിയും കർത്താവെ. എല്ലാവരെയും ആസ്വദിക്കണമേ. ഈ വചനം കേട്ട എല്ലാവരെയും അങ്ങ് തൊടണമേ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയയിൽ ഉൽപ്പാദിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിൻ്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ട് മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് പിന്നെ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിൻ്റെ പുനരുദ്ധാനത്തെ നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലങ്ങളെ വണങ്ങാം. സ്വർഗസ്ഥ പിതാവായ
ദൈവത്തിൻ്റെ സന്നിധിയിൽ അവിടുത്തെ പാദവീട്ടിലായിരിക്കുന്ന നമുക്ക് ഏവർക്കും ഏകാഗ്രതയോടെ പ്രാർത്ഥനയിലായിരിക്കാം. ലോകസമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ എല്ലാ രാഷ്ട്രങ്ങളിലും ഇന്ന് കൊറോണ വൈറസ് മൂലം എത്രയോ ആയിരങ്ങൾ എത്രയോ ലക്ഷങ്ങളാണ് മരണമടഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള ദുരന്തം ഇനിയും ഉണ്ടാകരുത് എന്ന് നമുക്ക് സ്വർഗസ്ഥ പിതാവിനോട് അപേക്ഷിക്കാം. സ്വർഗീയ പിതാവി അവിടുത്തെ സമാധാനം, സ്വർഗത്തിലെ സമാധാനം ഭൂമിയിലെവിടെയും ലോകത്തിലെവിടെയും പരക്കുവാൻ സഹായിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ നാം ഏവരും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അനവധിയാണ്. ചൈന, പാകിസ്ഥാൻ എന്നിവരുടെ ആക്രമണം, അതിനാൽ എത്രയോ പേർ നഷ്ടപ്പെട്ടു. പ്രകൃതിക്ഷോഭങ്ങൾ, അതിനാൽ എത്രയോ പേർ മരണമടഞ്ഞു. COVID-19 എത്രയോ ലക്ഷം ജനങ്ങൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. എത്രയോ പേരുടെ ഭവനങ്ങൾ നഷ്ടപ്പെട്ടു. എത്രയോ പേരുടെ ജോലികൾ ഇല്ലാതെയായി. കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, ഇങ്ങനെയുള്ളവർക്കൊക്കെയും വേണ്ട നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവർക്കൊക്കെയും സമാധാനം കൊടുക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. പലവിധ രോഗത്താൽ കഴിയുന്നവർ, ഹൃദ്രോഗങ്ങൾ, വൃക്കരോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ എന്നിവയിൽ കഷ്ടപ്പെടുന്നവർ, വേദന അനുഭവിക്കുക, പ്രയാസം അനുഭവിക്കുന്നവർ അനേകരുണ്ട്. അവർക്കൊക്കെയും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ ഭരണകർത്താക്കൾ, അധികാരത്തിലിരിക്കുന്നവർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർ നീതിയോടും വിശ്വസ്തയോടും പ്രവർത്തിക്കുവാനായിട്ട് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സകല ജാതികളെയും നീതിയോടും സമാധാനത്തോടും നയിക്കുവാനായിട്ട് അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ സഭയോർത്ത് പ്രാർത്ഥിക്കാം. സഭയിലെ ശുശ്രൂഷിക്കുന്ന എല്ലാ പുരോഹിതന്മാരെയും അവരുടെ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ബിഷപ്പ്, മോഡറേറ്റർ, ഉത്തരേന്ത്യ സഭയിലെ ബിഷപ്പ്, മർത്തോമ സഭയിലെ മെത്രാപ്പോലീത്ത എന്നിവരെ എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. സഭയിലെ ആശ്രമങ്ങൾ, സെമിനാരികൾ, മിഷൻ വേലകൾ, സിസ്റ്റർഹുഡ് എന്നിവയൊക്കെയും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിലൊക്കെയും പ്രവർത്തിക്കുന്നവരും അന്തർവാസികളായിട്ടുള്ളവരും പഠിപ്പിക്കുന്നവരുമായിട്ടുള്ള എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇമ്മാനുവേൽ ചർച്ചിനോർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ മെമ്പേഴ്സിനെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോരുത്തരെയും അവിടുന്ന് വ്യക്തിയായും കുടുംബമായും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ഓരോ ഭവനത്തിലും ആവശ്യമുള്ളത് തക്ക വിധത്തിൽ അവിടുന്ന് പ്രവർത്തിക്കണമേ. നമ്മുടെ അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അച്ഛനെ, കൊച്ചമ്മയും മക്കളെയും കുഞ്ഞുമകളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ ഓരോ സമയത്തും ശുശ്രൂഷയും അനുഗ്രഹത്തോടെ നടത്തുവാൻ സഹായിക്കണമേ, ആരോഗ്യത്തോടെ നടത്തുവാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിൽ ആരൊക്കെ സുഖമില്ലാത്തവരായിട്ടുണ്ട് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഗ്രേസ്, നിമ്മി, പതിയാൻറ്റി, നിമ്മിയുടെ പപ്പ, ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ആരോഗ്യം കൊടുക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ആരൊക്കെ പ്രായാധിക്യത്തിൽ കഴിയുന്നവരുണ്ട്, വാർദ്ധക്യത്തിൽ കഴിയുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. മെരുക്കുട്ടി ആൻറ്റി, ഷെറിൻ്റെ പപ്പ, സുനിലിൻ്റെ പപ്പ, സിജയുടെ പപ്പ, ഇങ്ങനെയുള്ള ഓരോരുത്തരെയും ഓർക്കാം. നാട്ടിൽ മാതാപിതാക്കൾ നാട്ടിലായിരിക്കുന്നവരുണ്ട്, അവരൊക്കെയും വേണ്ടി ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾ, സഹോദരങ്ങൾ എന്നിവർ ദൂരദേശത്തുണ്ട്, അവർക്ക് വേണ്ടി അവരെയൊക്കെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾ, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ, സൺഡേ സ്കൂൾ നടത്തുന്നവർ, അവരെയൊക്കെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഓൺലൈൻ സൺഡേ സ്കൂൾ നടക്കുന്നു, അത് കണ്ടിന്യൂസ് ആയിട്ട് പോകുവാനും കുഞ്ഞുങ്ങൾ പഠിക്കുവാനും അവർക്ക് നല്ല മെമ്പേഴ്സ് എടുത്ത് കൊടുക്കുവാനുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓൺലൈൻ പ്രവൃത്തി ചെയ്യുന്നവരെ ഓർത്ത് നമുക്ക് നമ്മുടെ ആരാധനയും ഓൺലൈനിലാണല്ലോ.
അതിനായി നൽകിയിരിക്കുന്ന അവസരത്തിനായിട്ടും നമുക്ക് ദൈവത്തിനായി നന്ദി അർപ്പിക്കാം. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് എലിസബത്ത് ആണല്ലോ അതെല്ലാം ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്ക് എലിസബത്തിനും അവരുടെ കുടുംബത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കഷ്ടത്തിൽ, ദുഃഖത്തിൽ, വേദനയിൽ ഇരിക്കുന്നവർ ഉണ്ട്, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആരൊക്കെ ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, ശമ്പളം കുറച്ച് ലഭിക്കുന്നവരുണ്ട്, അവർക്കൊക്കെയും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആലയം പണി തീരാതെ കിടക്കുന്നു. അത് കണ്ടിന്യൂസ് തുടർന്ന് പണി ചെയ്യുവാനും ഒരു പൂർത്തിയായ ഒരു ആലയത്തിൽ നമുക്ക് ഏവർക്കും ആരാധന കഴിക്കുവാനായിട്ടും സ്വർഗസ്ഥ പിതാവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് അപേക്ഷിക്കാം. നമ്മുടെ വീണ്ടും പ്രാർത്ഥിക്കാം. അതിപരിശുദ്ധനും സർവസൃഷ്ടിയുടെ ഉടമയും സർവാധീനമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ ദൈവമേ, അടിയങ്ങളുടെ അപേക്ഷകൾ അടിയങ്ങൾ അപേക്ഷിക്കുന്നതിന് മുൻപേ അവിടുന്ന് ഗ്രഹിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. താഴ്മയോടെ അപേക്ഷിക്കുന്നു. നാഥ, അവിടുന്ന് ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കണമേ. എല്ലാം വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതോടെ കേട്ട് ഉത്തരം നൽകണമേ. ആമേൻ. Thanksgiving. Almighty God, Father of all mercies, we thine unworthy servants do give thee most humble and hearty thanks for all thy goodness and loving kindness to us and to all men. We bless thee for our creation, preservation, and all the blessings of this life, but above all for thine inestimable love in the redemption of the world by the Lord Jesus Christ, for the means of grace and for the hope of glory. And we beseech thee, give us that due sense of all thy mercies, that our hearts may be sincerely thankful, and that we show forth thy praise, not only with our lips, but in our lives, by giving up ourselves to thy service, and by walking before thee in holiness and righteousness, all our days, through Jesus Christ our Lord, to whom with thee and the Holy Spirit be all honor and glory, world without end. Amen. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിസ്തരിക്കപ്പെടണമേ, തിരുരാജ്യം വരയണമേ, തിരുവിഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലാകണമേ. നമുക്ക് ആവശ്യമുള്ള ആഹാരം തരയണമേ. കടക്കാരോട് ക്ഷമിക്കുന്ന പോലെ പാവടങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയെ കിടത്താതെ സർവോഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നനവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ഇടയിലുണ്ടായി നാം എല്ലാവരോടും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.